നമുക്കിപ്പോൾ അമേരിക്കൻ വിപണി അന്യമായിട്ടുണ്ട്. യൂറോപ്യൻ വിപണിയെ കുറിച്ച് നമുക്ക് ഉറപ്പൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഏഷ്യൻ വിപണി, പ്രത്യേകിച്ച് ചൈന അടക്കമുള്ള നമ്മുടെ അയൽ രാജ്യങ്ങളോട്ട് നമുക്ക് വ്യാപാരം വ്യാപിപ്പിക്കേണ്ടതുണ്ട്. 2019 നമ്മൾ ഈ ആസിയാൻ കരാറുമായി ബന്ധപ്പെട്ടുള്ള തലവേദനകളിൽ നിന്ന് ഓടിപ്പോകുന്നതാണ്. കാരണം വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ നടന്നതാണ്. ആസിയാൻ കരാർ അറബിക്കടലിൽ എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. കാരണം ചൈനയിൽ നിന്നടക്കം വില കുറഞ്ഞ സാധനങ്ങൾ അല്ലെങ്കിൽ കാർഷിക ഉൽപ്പന്നങ്ങളടക്കം ധാരാളമായി ഇന്ത്യയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം അതുമായി ബന്ധപ്പെട്ടുണ്ടായി. ചെറിയ വിലയിൽ അത്തരം സാധനങ്ങൾ കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കർഷകരുടെ താല്പര്യങ്ങൾക്ക്, നമ്മുടെ ചെറുകിട ഉൽപ്പാദകരുടെ താല്പര്യങ്ങൾക്ക് എതിരാണ് എന്ന തരത്തിലുള്ള നിലപാടിൻ്റെ പേരിലായിരുന്നു ആ സമരങ്ങളൊക്കെ നടന്നത്. പക്ഷേ ഇപ്പോൾ പുതിയ സാഹചര്യത്തിൽ നമ്മൾ ഈ RCEP കരാർ, അതായത് പ്രാദേശിക സഹകരണം, അതായത് ഒരു സ്വതന്ത്ര വ്യാപാര കരാറാണ്. നികുതിരഹിതമായി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സാധനങ്ങൾ കൈമാറാൻ ഈ കരാറുമായി ബന്ധപ്പെട്ട് വരും. പക്ഷേ പുതിയ സാഹചര്യത്തിൽ ആ കരാറിൽ ഏർപ്പെടാൻ ഇന്ത്യ നിർബന്ധിതമാകുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ നാട്ടിൻ്റെ അവസ്ഥ? രണ്ടാണ് നിങ്ങൾ പറഞ്ഞത്. ആസിയാൻ കരാറും RCEP എന്ന് പറയുന്ന കരാറും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം തന്നെ. ലോകത്തിന്റെ വിപണിയിലെ 43% ഉൽപ്പന്നങ്ങളും ഇന്നിപ്പോൾ ചൈനയുടെയാണ്. 43%, അതായത് 100% നോക്കി കഴിഞ്ഞാൽ അമേരിക്കയുടെ വെറും 16% ഉൽപ്പന്നങ്ങളേ ഉള്ളൂ. അപ്പോൾ ലോകത്തിന്റെ വിപണിക്ക് ചൈനയെ ഉപേക്ഷിച്ച് പോവുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ രാജ്യത്ത് തന്നെ ചൈനയിലെ ചില സാധനങ്ങൾ വാങ്ങിക്കേണ്ടെന്ന് നമ്മൾ തീരുമാനിച്ചു. പക്ഷേ ഇന്ത്യയുടെ മാർക്കറ്റിൽ ചൈനയുടെ സാധനങ്ങൾ സുലഭമായി അപ്പോഴും കിട്ടി. കാരണം അതില്ലാതെ ഇന്ത്യയിലെ കച്ചവടക്കാർക്ക്, വ്യാപാരികൾക്ക് നിലനിൽക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ ടെലിഫോണായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മുഴുവൻ സാധനങ്ങളും ഈ ചൈനയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളാണ്. ഇപ്പോൾ സാംസങ്ങിന്റെ പേര് പറഞ്ഞ് വരുന്നതാണെങ്കിലും സാംസങ്ങിന്റെ ഉള്ളിലിരിക്കുന്നത് മുഴുവൻ ചൈനയിൽ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള സാധനങ്ങളാണ്. ഏറ്റവും ചെറിയ സാധനം, ഇപ്പം നമ്മളുടെ വീട്ടിൽ അലമാരികൾ തുടങ്ങി നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന മുഴുവൻ സാധനങ്ങളും ചീപ്പായിട്ട് കിട്ടുന്ന ഉൽപ്പന്നങ്ങളെല്ലാം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ചൈനയിൽ നിന്നാണ്. അപ്പൊ ചൈനയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതോടൊപ്പം തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് രണ്ട് രാജ്യങ്ങളല്ലേ, ചൈനയും ഇന്ത്യയും ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള, ഏറ്റവും നല്ല മാർക്കറ്റുകളുള്ള രണ്ട് രാജ്യങ്ങളാണ്. ഈ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ന് അമേരിക്ക ചെയ്തിരിക്കുന്ന വലിയ തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ട്രേഡ് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമേരിക്കയുടെ താല്പര്യത്തിന് നമ്മൾ എണ്ണ വാങ്ങിക്കുന്നതിന് വിധേയമായില്ല എങ്കിൽ, അതായത് അംബാനി റഷ്യയിൽ നിന്നാണ് ഇപ്പൊ എണ്ണ വാങ്ങിക്കുന്നത്. അംബാനി വളരെ ചീപ്പായ രീതിയിൽ ക്രൂഡ് ഓയിൽ റഷ്യയിൽ നിന്ന് വാങ്ങിച്ച് അംബാനിയുടെ പെട്രോൾ വിൽപ്പനശാലകൾ വഴി, ഇപ്പൊ നയാരയാണെങ്കിലും ജിയോ പമ്പാണെങ്കിലും അംബാനി വലിയ രീതിയിലുള്ള ലാഭം എടുത്തുകൊണ്ടാണ് ഇത് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ആ വിലയും അംബാനി ആ നിലയിൽ നിർത്തിയിരിക്കുകയാണ്. ഇപ്പൊ അമേരിക്കയിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങിച്ചാൽ നമ്മൾക്ക് ഈ കൂടുതൽ വില കൊടുത്ത് അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങിക്കേണ്ടി വരും. അപ്പൊ അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങിയില്ല എങ്കിൽ, അല്ലെങ്കിൽ അമേരിക്കയുമായി ഈ വ്യാപാര കരാർ, അതായത് നമ്മളുടെ പാകിസ്ഥാൻ ഇന്ത്യയും തമ്മിലുള്ള ഈ യുദ്ധം നടക്കുന്ന സമയത്ത് തീവ്രവാദ ആക്രമണം, ഇപ്പോഴേ ഈ തീവ്രവാദികൾ എവിടെ നിന്ന് വന്നത് നമുക്കറിയില്ലല്ലോ. ഈ തീവ്രവാദ ആക്രമണം ഉണ്ടാക്കി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കി അമേരിക്കയുമായി നമ്മുടെ രാജ്യത്തെ കർഷകർ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന അമേരിക്കയുമായി ഉണ്ടാക്കുന്ന വ്യാപാര കരാർ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു അമേരിക്കയുടെയും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയും താല്പര്യം. പ്രധാനമന്ത്രി അതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ടുണ്ട് ട്രംപ് പറഞ്ഞിട്ടാണോ യുദ്ധം നിർത്തിയെന്നുള്ള ചോദ്യത്തിന് ഇതുവരെ നമ്മുടെ പ്രധാനമന്ത്രി അതിനൊരു ഉത്തരം പറഞ്ഞിട്ടില്ല. മറ്റ് പല ആളുകളൊക്കെ അല്ല എന്നൊക്കെ പറയണ്ടെങ്കിലും പറഞ്ഞിട്ടില്ല. അപ്പൊ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കരാറിൽ ഏർപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിലുണ്ട്. അത് ഒന്ന് വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും യുദ്ധം മൂലം നമുക്കുണ്ടായ നഷ്ടത്തെക്കുറിച്ചും പ്രതിപക്ഷം ചർച്ച ചെയ്തു പോകുന്ന ഒരു സാഹചര്യമാണ്. രണ്ടാമത്തെ സാഹചര്യം, അംബാനി റഷ്യയിൽ നിന്നും ഈ എണ്ണ വാങ്ങിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അംബാനിയുടെ വലിയ സമ്മർദ്ദം ഈ രാജ്യത്തിന്റെ ഭാഗത്തു നിന്നുണ്ട്. കാരണം ഇനി ഈ എണ്ണ വാങ്ങിക്കാൻ നമ്മൾ അമേരിക്കയുമായി കരാറുണ്ടാക്കിയാൽ എന്ത് സംഭവിക്കും? അംബാനിക്ക് റഷ്യയുമായി വാങ്ങിക്കുന്ന എണ്ണ വാങ്ങിച്ച് തുടരാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് അംബാനിയുടെ സമ്മർദ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയിൽ നിന്ന് പ്രകൃതിവാതവും എണ്ണയും നമ്മൾ വാങ്ങിക്കുക എന്ന് പറയുന്നതാണ്. പിന്നെ ഈ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ അതുമ്മ തൊടാൻ പോലും BJP സർക്കാരിനും കഴിയില്ല. കാരണം വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് കൃത്രിമമായി ഇനി വോട്ടുണ്ടാക്കുന്നത് വലിയ ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുള്ള ഒരു സാഹചര്യം. എല്ലാവരും വിജിലന്റ് ആയിരിക്കണം. ഈ സമയത്ത് കൃത്രിമ വോട്ട് പറ്റില്ല. ഇനി കർഷകർ കൂടെ അവർക്കെതിരായി മാറിക്കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമോ. കാർഷിക മേഖലയിലെ ഘാട്ട് കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ
കാർഷിക മേഖലയിൽ നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ സബ്സിഡികളും, അത് വിത്തിന്, വളത്തിന്, അതിന് അവർക്ക് മിനിമം സപ്പോർട്ട് പ്രൈസ്, ഇതെല്ലാം നമ്മുടെ രാജ്യത്ത് നിർത്തലാക്കി. അമേരിക്കയിലാണെങ്കിലോ ഇതിൽ 100% സബ്സിഡിയിലാണ് കർഷകർ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത്. അമേരിക്ക ഇന്നൊരു കാർഷിക രാജ്യം കൂടിയാണ്. എല്ലാ തരത്തിലുള്ള കാർഷിക ഉൽപ്പന്നങ്ങളും ലഭ്യമാകുന്നത്. ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ തീരുവയില്ലാതെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ അനുവദിക്കണം എന്നതാണ് ഈ വ്യാപാര കരാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് കർഷകർ സമരം പ്രഖ്യാപിച്ചു. കർഷകർ സമരം പ്രഖ്യാപിച്ച് അതിനെയും മോദി ഭയപ്പെടുകയാണ്. അപ്പൊ ഇവിടെ നമ്മുടെ കർഷകർ സമരം ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാ? മിനിമം ഈ ഇറക്കുമതി നയങ്ങളിൽ നേരത്തെ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന ഇറക്കുമതി ചെയ്യുന്ന വിഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിരുന്ന തീരുവകളെല്ലാം ഈ ആഗോളവൽക്കരണത്തിന്റെ കാട്ടുകരാറുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒപ്പിട്ടപ്പോൾ ആ തീരുവകളിൽ നിന്നെല്ലാം നമ്മൾ മാറി. നമ്മൾ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഉപഭോക്താക്കളുള്ള ഈ രാജ്യത്തിലേക്ക് ഇറക്കുമതിക്ക് ചെറുകിട വ്യാപാര മേഖലയെല്ലാം തുറന്നു കൊടുത്തു. ആ ചെറുകിട മേഖലകൾ തുറന്നു കൊടുത്തു. ഇപ്പൊ നമ്മൾ നോക്കുക, നമ്മൾ ഇപ്പൊ കാണുന്ന സീൻ എന്താ? ഇന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ നോക്കുക. നമ്മളുടെ നാട്ടിൽ ഒരുപാട് തുണിക്കടകൾ ഉണ്ടായിരുന്നു, ചെറിയ ചെറിയ തുണിക്കടകൾ. നിരവധി ആളുകൾ, ലക്ഷക്കണക്കിന് SMEകൾ എന്ന് പറയുന്ന ചെറുകിട തുണി വ്യാപാരി, ഇപ്പൊ ഓണമൊക്കെ ആയിട്ട് അവരായിരുന്നല്ലോ, അവർക്കാണല്ലോ കൂടുതൽ ലാഭം കിട്ടുന്നത്. പക്ഷെ ഇന്ന് നമ്മുടെ മുക്കിലും മൂലയിലും നമ്മൾ സ്റ്റുഡിയോന്റെയും അതുപോലെ തന്നെ അദാനിയുടെയും ട്രെൻഡിന്റെയും അതായത് അംബാനിയുടെയും ഒക്കെ മുക്കിൽ വലിയ രീതിയിലുള്ള ഈ ഷോറൂമുകൾ, തുണിയുടെ ഷോറൂമുകൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. അവർ ആ ചെറുകിട വ്യാപാര മേഖലയ്ക്ക് നികുതി ഇല്ലാതാവുകയും അവർക്ക് കടന്നു വരാനുള്ള അനുവാദം കൊടുക്കുകയും ബന്ധപ്പെട്ട് ആ മേഖലയെ അവർ പരിപൂർണമായും അവരുടെ കൺട്രോളിലാക്കിയപ്പോൾ ലക്ഷക്കണക്കിന് സാധാരണ മനുഷ്യനാണ് ഈ കച്ചവടത്തിലുണ്ടായവർ പൊട്ടിപ്പോയത്. അവർക്ക് ഈ വ്യാപാരികൾക്ക് നിലനിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അതേ സാധനം തന്നെയാണ് ഈ കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾക്കുണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോൾ ചൈനയും റഷ്യയും ആയിട്ടുണ്ടായിരിക്കുന്ന ഈ ചേരിയിലേക്ക് മാറുകയല്ലാതെ ഇന്ത്യയെ സംബന്ധിച്ച് നിലനിൽപ്പ് അസാധ്യമായി മാറിയിരിക്കുന്നു. അവിടെ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ പക്ഷത്ത് നിന്നുകൊണ്ടിരുന്ന RSSന്റെയും BJPയുടെയും രാഷ്ട്രീയത്തിന് തന്നെ മാറ്റിവെച്ച് അംബാനിയുടെ താല്പര്യത്തിന് വിധേയമായി പോകേണ്ട ഒരവസ്ഥ ഇന്ത്യയിലേക്ക് വരികയും ഇന്ത്യൻ പ്രധാനമന്ത്രി ചൈനയുമായി ഐക്യമുണ്ടാക്കാൻ തീരുമാനം. ഏറ്റവും വലിയ ശത്രു രാജ്യം എന്ന നിലയിൽ കണ്ടിരുന്ന ഒരു സഹാനുഭൂതിയും ഉണ്ടായിരുന്നില്ല ചൈനയുമായി ഒന്ന് അതിർത്തിയുമായിട്ടുള്ള വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടു, രണ്ട് കമ്മ്യൂണിസ്റ്റ് രാജ്യം എന്ന നിലയിലായിട്ട് ബന്ധപ്പെട്ടു. ഇതിപ്പോ മാറി വരികയാണ്. അത് ലോകത്തിന് തന്നെ വലിയ രീതിയിലുള്ളൊരു മാന്ദ്യം, മൂന്നാം മാന്ദ്യം എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഈ സാമ്രാജ്യത്വത്തിന്റെയും അതുപോലെ ഈ കോർപ്പറേറ്റുകളുടെയും കൈകളിൽ കുന്നുകൂടി പണമുണ്ട്. ഇപ്പൊ നമ്മൾ നമ്മുടെ മൊബൈൽ തുറന്നു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണോ ലോൺ എന്ന് ചോദിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ കുന്നുകൂടി കിടക്കുന്ന ഒരു എന്താ ഈ മുതലാളിത്തത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ രാജ്യങ്ങളിലും അവരുടെ കൈകളിലും നാണ്യങ്ങളോ നാണ്യവിളകളോ, അതായത് നെല്ലോ ഗോതമ്പോ അതുപോലെ ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടെങ്കിൽ പോലും അവരൊരിക്കലും ഒരു രാജ്യത്തിനും കൊടുക്കില്ല. അവരത് കടലിൽ ഒഴുക്കി കളയുകയുള്ളൂ. അപ്പൊ ലോക ജനതയുടെ ശത്രുവാണ് ഈ പറഞ്ഞ മുതലാളിത്തം എന്ന് പറയുന്നത്. ആ മുതലാളിത്ത രാജ്യത്തിന് ഇന്ന് ആ ലോകത്ത് തന്നെ ചൈന കീഴടക്കിയിരിക്കുന്നു. അപ്പൊ ചൈനയുമായി ഐക്യപ്പെടാതെ പോകാനായിട്ട് ഇന്ത്യക്ക് കഴിയാത്ത സാഹചര്യമുണ്ട്. കാരണം ഇവിടുത്തെ ഈ മത്സ്യമേഖല ഭയങ്കര പ്രതിസന്ധിയിലായിരിക്കുക. ഇന്ത്യയെ ചിലപ്പോൾ വെട്ടിമുറിക്കാൻ തന്നെ, ഈ സംസ്ഥാനങ്ങൾ തന്നെ വെട്ടിമുറിക്കാൻ ചിലപ്പോൾ തീരുമാനിക്കുന്ന അവസ്ഥയിലേക്കാണ് ഇന്നിപ്പോൾ RSS എത്തിയിരിക്കുന്നത്. കാരണം തീരദേശ മേഖലകളെ വെച്ച് ഒരു സംസ്ഥാനം തന്നെ രൂപീകരിക്കുന്നതിനെ കുറിച്ചൊക്കെ ഒരു ചിന്ത നടക്കണം അവരുടെ ഇടയിൽ. അപ്പൊ അങ്ങനെ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ മത്സ്യമേഖലയിൽ നിന്ന് കയറ്റുമതി വലിയ രീതിയിൽ തകർച്ചയെ നേരിടാണ് അമേരിക്കയുടെ തീരുവയായിട്ട് ബന്ധപ്പെട്ട്. അമേരിക്കൻ സാമ്രാജ്യത്തും ഡോളറും ലോകത്ത് ഇന്ന് അപ്രസക്തമായി കഴിഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ചേരി മാറാതെ ഇന്ത്യക്ക് രക്ഷയില്ല എന്നുള്ള അവസ്ഥയായിരിക്കുകയാണ്. അതാണ് ഈ പറഞ്ഞ എഗ്രിമെന്റുകളിലേക്ക് പോകുന്നത്. ഒരു തരത്തിൽ പറഞ്ഞ ഇന്ത്യക്ക് അത് ഗുണവുമാണ്.